ചിലപ്പോ നമുക്ക് കാണാനായിട്ട് സാധിക്കും ചില ആത്മീയവാദികൾ, അവ്യക്തിഗതവാദികൾ, മായാവാദി സന്യാസിമാരൊക്കെ അവർ ആത്മീയതയെ പറ്റി, ആത്മാവിനെ പറ്റിയൊക്കെ ഏറെക്കുറെ മനസ്സിലാക്കിയവരായിരിക്കും. പക്ഷെ എങ്കിലും ജീവിതത്തിന്റെ ഒരു ഘട്ടത്തിൽ എത്തുമ്പോൾ പല രാഷ്ട്രീയ രംഗത്തേക്കോ അല്ലെങ്കിൽ സാമൂഹ്യ പ്രവർത്തനങ്ങളിലേക്കോ ഒക്കെ തിരിയുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതിനുള്ള കാരണം അവരുടെ ആ ആത്മീയതയിൽ നിന്ന് താനാണ് ഈശ്വരൻ അല്ലെങ്കിൽ ഈശ്വരന് രൂപമില്ല എന്നൊക്കെ പറയുന്ന ആ അവ്യക്തിഗത ആത്മീയ സിദ്ധാന്തത്തിൽ നിന്ന് പൂർണ്ണമായ സന്തോഷം കിട്ടാത്തത് കൊണ്ടാണ്. അതുകൊണ്ടാണ് വീണ്ടും ഭൗതികതയിലേക്ക് ഇറങ്ങി വന്ന് അവിടെ നിന്ന് സന്തോഷം കണ്ടെത്താനായിട്ട് ശ്രമിക്കുന്നത്. സന്തോഷം, സന്തോഷം, സന്തോഷം. ശാസ്ത്രം പറയുന്നുണ്ട് ആത്മാവിന്റെ ശാശ്വതമായ സ്ഥിതി എന്ന് പറയുന്നത് സന്തോഷമാണ്, ആനന്ദമാണ്. അതുകൊണ്ടാണ് നമ്മൾ എല്ലാവരും ഈ സന്തോഷം കണ്ടെത്താൻ വേണ്ടി പരക്കം പാഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷെ എവിടെയൊക്കെ ഓടിയാലും നമുക്ക് ആ തൃപ്തി കിട്ടാൻ പോകുന്നില്ല. ഭഗവാന്റെ ഭക്തിയുതമായ സേവനത്തിൽ എത്തുന്നത് വരെ ഭഗവാൻ ഗീതയിൽ പറയുന്നുണ്ട്, മത്ത പരതരം നാന്യ കിഞ്ചിതസ്തി ധനഞ്ജയാം. എന്നെക്കാൾ, ഭഗവാനേക്കാൾ ഉപരിയായി, ശ്രേഷ്ഠമായി ഈ ലോകത്തൊന്നുമില്ല. പക്ഷേ ആചാര്യന്മാർ ഇങ്ങനെ പറയുന്നു, ഭഗവാനേക്കാൾ ഉപരിയായി, ശ്രേഷ്ഠമായി ഈ ലോകത്തൊന്നുണ്ട്, ഒന്നേ ഉള്ളൂ. അതാണ് ഭഗവാന് വേണ്ടിയുള്ള സേവനം. കൊലാവച്ച ശ്രീധർ എന്ന ഭഗവാന്റെ തന്നെ കലിയുഗ അവതാരമായ ശ്രീ ചൈതന്യ മഹാപ്രഭുവിന്റെ ഒരു മഹാഭക്തനുണ്ടായിരുന്നു. അദ്ദേഹം വളരെ ദരിദ്രനായിരുന്നു. അദ്ദേഹം ഈ വാഴയിലയിലെ പാത്രങ്ങളൊക്കെ ഉണ്ടാക്കി അതിനെ വിറ്റ് കിട്ടുന്ന വളരെ തുച്ഛമായ വരുമാനത്തിലായിരുന്നു ജീവിച്ചു പോന്നിരുന്നത്. അതിന്റെ തന്നെ ആ തുച്ഛമായ വരുമാനത്തിന്റെ തന്നെ പകുതി, 50% അദ്ദേഹം ഭക്തിയുതമായ സേവനങ്ങൾക്കും വിനിയോഗിച്ചു. ഭക്തി, ആ പരമഭക്തന്റെ ഭക്തിയിൽ സംപ്രീതനായി ചൈതന്യ മഹാപ്രഭു അദ്ദേഹത്തിന്റെ മുന്നിൽ നേരിട്ട് വന്ന് ചോദിച്ചു, അങ്ങേക്ക് എന്താണ് വേണ്ടത്? അങ്ങ് എന്താഗ്രഹിച്ചാലും ഞാൻ തരും, ഭഗവാൻ തരും. അദ്ദേഹം ചോദിച്ചു, എനിക്ക് ഈ ഭൗതിക ലോകത്തിൽ നിന്ന് ഒന്നും വേണ്ട, ഭൗതികമായ ഒന്നും എനിക്ക് വേണ്ട. എനിക്ക് വേണ്ടത് അങ്ങയോടുള്ള, ഭഗവാനോടുള്ള അചഞ്ചലമായ ഭക്തിയും വിശ്വാസവും മാത്രമാണ്. നോക്കൂ, ഇതാണ് ഒരു പരിശുദ്ധ ഭക്തന്റെ സ്ഥിതി എന്ന് പറയുന്നത്. അദ്ദേഹത്തിന് ഒന്നും വേണ്ട, ഭൗതികമായതൊന്നും അദ്ദേഹത്തിന് വേണ്ട, പക്ഷെ ഭഗവാനോടുള്ള ഭക്തി മാത്രം. ഇവിടെയാണ് നമ്മൾ ഓരോരുത്തരുടെയും പരമമായ സന്തോഷം ഇരിക്കുന്നത്. ആ ഭാഗ്യം നമുക്ക് എല്ലാവർക്കും ഉണ്ടാവണം. ഭഗവാനോടുള്ള ഭക്തിയുതമായ സേവനത്തിന്റെ തുടക്കം, സേവനം തുടങ്ങുന്നത് നാവിലൂടെയാണ്, ഭഗവാന്റെ നാമജപത്തിലൂടെ, ഹരേ കൃഷ്ണ മഹാമന്ത്ര ജപത്തിലൂടെ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഈ സേവനത്തിലൂടെ നമുക്ക് തുടങ്ങാം. ഹരേ കൃഷ്ണ.